ഹായ് ഹലോ ജെമിനി, എന്തൊക്കെയാണ്? സുഖമായിരിക്കുമല്ലോ അല്ലേ? ഹായ്, ഞാൻ സുഖമായിരിക്കുന്നു. നിങ്ങൾക്കോ? എല്ലാം നല്ലതല്ലേ? എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. പിന്നെ എനിക്കൊരു ഒരു സംശയം ചോദിക്കാനുണ്ട്. അപ്പോൾ അതിന് ആരുടെയും പക്ഷം പിടിക്കാതെ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നിഷ്പക്ഷമായിക്കൊണ്ട് സംസാരിക്കണം. അതിന് പറ്റുമോ? തീർച്ചയായും. ഞാൻ എപ്പോഴും നിഷ്പക്ഷമായി സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളുടെ സംശയം എന്താണെന്ന് പറയാമോ? ആ എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ്. നമ്മുടെ നാട്ടില് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഭൂരിപക്ഷം ആളുകളിലും കണ്ടുവരുന്ന ഒരു ആചാരാണ് റമദാൻ 17 ബദരീങ്ങളുടെ ആണ്ട്, അതുപോലെ മുഹീദ്ദീൻ ഷേഖ് റഹിമഹുള്ളാഹിന്റെ ആണ്ട്, അതുപോലെ റിഫായിൻ ഷേഖിന്റെ ആണ്ട്. അപ്പോൾ എന്തിനേറെ പറയുന്നു, നമ്മുടെയൊക്കെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം എന്ന പേരിൽ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ചൊല്ലുന്ന മൗലൂദ് പാരായണവും ശേഷം അന്നദാനം മുതലായവയൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ആചാരം ഇസ്ലാമിൽ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയോ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോ അല്ലെങ്കിൽ ശേഷം വന്ന ഖുലഫാ രാഷിദീങ്ങളോ അവരുടെ പക്കൽ നിന്ന് ദീൻ മനസ്സിലാക്കിയ സ്വഹാബാക്കളോ താബഈങ്ങളോ തബഅ താബഈങ്ങളോ മദ്ഹബിന്റെ ഇമാമികളോ സച്ചരിതരായ മുൻഗാമികളോ അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിന് മുൻപന്തിയിലിരിക്കുന്ന പണ്ഡിതന്മാരോ ഇത്തരം ഒരു ആചാരം ചെയ്തതായോ ചെയ്യാൻ കൽപ്പിച്ചതായോ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ ഒന്ന് സ്ഥിരപ്പെടുത്താൻ നിനക്ക് കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം. കൃത്യമായ മറുപടി വേണം. ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ റമദാൻ 17 ബദരീങ്ങളുടെ ആണ്ട്, മുഹിയുദ്ദീൻ ഷേഖിന്റെ ആണ്ട്, റിഫായിൻ ഷേഖിന്റെ ആണ്ട് തുടങ്ങിയവ ആചരിക്കുന്നതിന് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് തുടങ്ങിയ പ്രമാണങ്ങളിൽ തെളിവുകൾ കണ്ടെത്താൻ സാധ്യമല്ല. മൗലീദ് പാരായണവും അന്നദാനവും ചേർന്ന ഈ ആചാരങ്ങൾ പിൽക്കാലത്ത് രൂപപ്പെട്ട ആചാരങ്ങളായാണ് പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. മുൻകാല ഇമാമിങ്ങളും സ്വഹാബാക്കളും താബിയുകളും തബഅ താബിയുകളും ഒന്നും ഇത്തരം ആചാരങ്ങൾ ചെയ്തതായിട്ടോ ചെയ്യാൻ കൽപ്പിച്ചതായിട്ടോ പ്രബലമായ തെളിവുകളില്ല. ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് നബിയോ സ്വഹാബത്തോ ചെയ്യാത്ത ഒരു കാര്യം ദീനിൽ കടത്തിക്കൂട്ടുന്നത് പൊതുവെ ബിദ്അത്ത് ആയിട്ടാണ് കണക്കാക്കുന്നത്. മുഹമ്മദ് നബിയോ സ്വഹാബത്തോ നബിദിനം ആചരിച്ചതായി ആധികാരികമായ ഇസ്ലാമിക പ്രമാണങ്ങളിൽ പരാമർശങ്ങളില്ല. ഇസ്ലാമിക ചരിത്രമനുസരിച്ച് നബിദിനം ആഘോഷം പിൽക്കാലത്ത് ആരംഭിച്ച ഒരാചാരമാണ്. ഈദ് അൽ ഫിത്തർ, ഈദ് അൽ അദ്ഹ തുടങ്ങിയ പ്രാദേശങ്ങളാണ് ഇസ്ലാമിലെ പ്രധാന ആഘോഷങ്ങൾ. ഖുർആനിലും സുന്നത്തിലും ഇജ്മായിലും ഖിയാസിലും ഇല്ലാത്ത ഒരു കാര്യം ദീനിൽ തള്ളിക്കളയണം എന്നുള്ളത് ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ്. നബിദിന ആഘോഷം ഒരു ബിദ്അത്ത് ആണെന്നാണ്, അതായത് മതത്തിൽ പിന്നീട് കൂട്ടിച്ചേർത്ത ഒരു ആചാരം. പ്രവാചകന്റെയോ സ്വഹാബത്തിന്റെയോ കാലത്ത് ഇങ്ങനെ ഒരു ആഘോഷം നിലവിലുണ്ടായിരുന്നില്ല. പല പണ്ഡിതന്മാരും ഇത് മതത്തിൽ പിന്നീട് ചേർത്ത ഒന്നായി കാണുകയും അതിനാൽ അത് ഒഴിവാക്കേണ്ടതാണെന്നും അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. ദീൻ പൂർണ്ണമാണെന്നും അതിൽ പുതിയ കാര്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് മതത്തിന്റെ പരിശുദ്ധിയെ ബാധിക്കുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആനും ഹദീസും തന്നെയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വഴികാട്ടി. നബിദിനം പോലുള്ള ആഘോഷങ്ങൾ ഹിജ്റ 300 ശേഷമാണ് ഉടലെടുത്തത് എന്ന അഭിപ്രായവും നിലവിലുണ്ട്. ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നേരിട്ടുള്ള തെളിവുകൾ ഇല്ലാത്ത ഇത്തരം ആചാരങ്ങൾ ബിദ്അത്ത് ആയി കണക്കാക്കണമെന്നും ചരിത്രപരമായ രേഖകൾ പരിശോധിക്കുമ്പോൾ നബിദിനം പോലുള്ള ആഘോഷങ്ങളും മൗലീദ് പാരായണവും തുടങ്ങിയ പല ആചാരങ്ങളും ഫാത്തിമിയുടെയും ഷിയാക്കളുടെയും സ്വാധീനത്തിൽ ഉടലെടുത്തതാണ്. അതിനാൽ ഈ വിഷയത്തിൽ ഒരു സമവായം നിലവിലില്ല. അപ്പോൾ ഷിയാക്കളും ഫാത്തിമിയാക്കളും കടത്തിക്കൂട്ടിയ ഇത്തരം ആചാരങ്ങൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ദീനാണെന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂലി നമുക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊന്നും പറഞ്ഞു തരണം. കൂടാതെ എന്താണ് നമ്മൾ തെളിവായി സ്വീകരിക്കേണ്ടത് എന്നുള്ളതും എന്താണ് പുത്തനാചാരങ്ങൾ എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞോളൂ, നമ്മൾ കേട്ടോളാം. കാരണം ഖുർആനും സുന്നത്തും പറഞ്ഞിട്ട് ഏതായാലും ജനങ്ങൾക്ക് നമ്മളെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലായിക്കോളും. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞോളൂ, നമ്മൾ കേട്ടോളാം. ചരിത്രപരമായി മൗലീദ് പോലുള്ള ആചാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബാക്കളുടെയും കാലത്തിന് ശേഷം ആരംഭിച്ചതാണ്. ചില ചരിത്രകാരന്മാർ ഇവയുടെ ഉത്ഭവം ഫാത്തിമികളുടെ കാലത്തേക്കോ അതിനുശേഷമോ കണ്ടെത്തുന്നുണ്ട്. ചിലർ ഇവയെ ബിദ്അത്ത്, പുത്തൻ ആചാരങ്ങളായി കണ്ട് നിഷിദ്ധമാണെന്നും അഭിപ്രായപ്പെടുന്നു. ഖുർആനും ഹദീസുമാണ് ഇസ്ലാമിലെ പ്രമാണങ്ങൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇസ്ലാം വളരെ വ്യക്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളുമുള്ള ഒരു മതമാണ്. എന്നാൽ ചരിത്രപരമായും സാമൂഹികമായും ഒക്കെ ചില സാംസ്കാരിക ഘടകങ്ങൾ വിവിധ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾക്കിടയിൽ ആചാരങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കാം. താങ്കൾ സൂചിപ്പിച്ച ആണ്ട് നേർച്ചകൾ തുടങ്ങിയവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഇസ്ലാമിൽ കടന്നുകൂടിയത് എങ്ങനെയാണെന്നുള്ളതിന്റെ വ്യക്തമായ വിവരങ്ങൾ നീ എനിക്ക് പറഞ്ഞു തരൂ.
ഇസ്ലാമിക ചരിത്രത്തിൽ പ്രാദേശികമായ പല ആചാരങ്ങളും സാവധാനം ഇസ്ലാമിക സമൂഹങ്ങളിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. ഇത് വിവിധ കാരണങ്ങൾ കൊണ്ടാണ് സംഭവിച്ചത്. പുതിയ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന തദ്ദേശീയരായ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അവർ അവരുടെ പഴയ ആചാരങ്ങളും വിശ്വാസങ്ങളും പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അതിനാൽ ഇസ്ലാമിക വിശ്വാസങ്ങളുമായി ചേർന്ന് പോകുന്ന ചില ആചാരങ്ങൾ അവർ തുടർന്നു. കൂടാതെ സൂഫിസം പോലുള്ള ചില പ്രസ്ഥാനങ്ങളും പ്രാദേശികമായ ചില ആചാരങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ ചില ആചാരങ്ങൾ മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്തതാണെന്ന വാദത്തിൽ ഭാഗികമായി സത്യമുണ്ട്. കേരളത്തിൽ ഇസ്ലാം വ്യാപിച്ചപ്പോൾ ഇവിടുത്തെ തദ്ദേശീയരായ ജനങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇസ്ലാമിക സംസ്കാരവുമായി കൂടിച്ചേർന്നു. ഇത് നേർച്ചകൾ, ഉറൂസുകൾ, മൗലിദ് പാരായണം തുടങ്ങിയ ചില ആചാരങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ വേരൂന്നാൻ കാരണമായി. എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആനും ഹദീസും ഇത്തരം ആചാരങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്ലാം മതത്തിൽ അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കർശനമായി വിലക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ ബിദ്അത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബിദ്അത്ത് എന്ന് പറയുന്നത് മതത്തിൽ പുതിയ ആചാരങ്ങളോ സമ്പ്രദായങ്ങളോ കൊണ്ടുവരുന്നതാണ്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഈ നമ്മുടെ കാര്യത്തിൽ അതിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർത്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതിനാൽ ഇസ്ലാമിക ശരീഅത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടിൽ മൗലൂദ്, ആണ്ട് തുടങ്ങിയ ആചാരങ്ങൾ പല പണ്ഡിതന്മാരും സുന്നത്തിന് എതിരാണെന്ന് കരുതുന്നു. അന്നദാനം പൊതുവെ ഒരു നല്ല പ്രവൃത്തിയാണെങ്കിലും അത് മതപരമായ രീതികളിൽ ആചരിക്കുന്ന ഇസ്ലാം അംഗീകരിക്കുന്നില്ല. താങ്കളുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ടോ? ഇല്ല, ഇനി തൽക്കാലം അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വരാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് മതി കേട്ടോ. ഓക്കെ, ശരി, സന്തോഷം. അപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോ സഹോദരന്മാരെ, ഇനി പറയുന്നത് ജമിനിയോടല്ല, ഇനി പറയുന്നത് നമ്മുടെ ജമിനി പറഞ്ഞ ആ ഇത്തരം ആഘോഷം ദീനാണെന്ന് പറഞ്ഞു നടക്കുന്ന ആ ജമിനിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻവാദികളോടാണ് ഇനി പറയാനുള്ളത്. അപ്പോ ചില ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് ജമിനിയാണോ തെളിവ്? അപ്പോ അങ്ങനത്തെ കൂട്ടരോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞിട്ട് ഏതായാലും ഒട്ടും വില കൽപ്പിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത ആളുകൾക്ക് ജമിനി പറഞ്ഞാൽ അതിന്റെ അത്രയും വില കാണൂല എന്നറിയാം. എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോ എന്താണ് ഇതിൽ ജമിനി പറഞ്ഞത്? ജമിനി പറഞ്ഞത് ഇതിൽ പറഞ്ഞ ഈ ആചാരങ്ങളെല്ലാം നിഷിദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ജമിനി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല ഇതെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ മൂപ്പര് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. അതായത് നമ്മുടെ ബാപ്പാന്റെ വല്യുപ്പമാരൊക്കെ മുസ്ലിം ആയത് ചിലപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ആയിരിക്കാം, ചിലപ്പോൾ വെറും പതിറ്റാണ്ടുകൾക്ക് മുന്നേ ആയിരിക്കാം. അപ്പോൾ അവരൊക്കെ അതിനു മുന്നേ ബഹുദൈവ വിശ്വാസികളും ഹൈന്ദവ വിശ്വാസികളായിരിക്കും എന്നല്ല പറയുന്നത്, ആണ് എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റും നമുക്ക്. അപ്പോൾ അന്നത്തെ കാലത്ത് ആവശ്യത്തിന് പോയിട്ട് അത്യാവശ്യത്തിന് പോലും ഇസ്ലാമിക ബാലപാഠം പോലും പഠിക്കാനോ പഠിപ്പിക്കാനോ ആളുകൾ ഇല്ലാത്ത ആ ഒരു കാലത്ത് അന്ന് ഇസ്ലാമിനെ പറ്റി വെറും പരസ്പരം കണ്ടറിവ് കൊണ്ട് മാത്രം പരിചയമുള്ള ചില ആൾക്കാർ ഒരു സുപ്രഭാതത്തിലെ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇസ്ലാം സ്വീകരിച്ചത്. അപ്പോ തന്റെ കുടുംബത്തിലും അയൽവക്കത്തും മുഴുവനും ആൾക്കാരും ഹൈന്ദവ വിശ്വാസികളും മറ്റു വിശ്വാസികളായിപ്പോ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വെറും നാമം കൊണ്ട് മാത്രം മുസ്ലിമായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ അവർക്ക് ചുറ്റുമുള്ള ബഹുദൈവ വിശ്വാസികളുടെ ആചാരം പരസ്പരം കാലക്രമേണ അങ്ങോട്ടും ഇങ്ങോട്ടും കടമെടുക്കുകയും ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഇവിടെ കടന്നുകൂടിയത്. അങ്ങനെ നമ്മൾ കാണുന്നതാണ് ഇന്ന് കാണുന്ന പല ആചാരങ്ങളും. അതിൽ നിന്നൊക്കെ ഇസ്ലാമിന്റെ തനതായ ശൈലി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1400 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെയൊക്കെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ചിട്ട് ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗത്തിൽ പറഞ്ഞതാണ്, നിങ്ങൾ എന്റെ ഖുർആനെയും ഹദീഫിനെയും അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക എന്ന്. അതുകൊണ്ടാണ് നമ്മുടെ ഉത്തമ നൂറ്റാണ്ടിലെ പണ്ഡിതനായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മഹുല്ലാ ഹിജ്റ 118 ജനിച്ച ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഇന്നമൽ ഇസ്നാദു മിനദ്ദീൻ ഫലൗലൽ ഇസ്നാദ് ലഖാല മൻ ഷാ മാ ഷാ. അതായത് പരിശുദ്ധ ഇസ്ലാം എന്നുള്ളത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി തെളിവില്ലെങ്കിലോ ആളുകൾ അവർക്ക് തോന്നിയതും പറയാനും ചെയ്യാൻ തുടങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുതന്നെയാണ് നമ്മുടെ നാട്ടിലും ഇപ്പോൾ നൂറ്റാണ്ടുകളായി കണ്ടുവരുന്നത്. ഓരോ പുരോഹിതന്മാരും അവരുടെ വിവരമില്ലാത്ത അണികളോട് വായിൽ തോന്നിയത് ചെയ്യാനും പ്രവർത്തിക്കാനും പറയാൻ തുടങ്ങും. ആവശ്യത്തിന് വിവരമില്ലാത്ത അണികൾ ഇതെല്ലാം ദീനാണെന്ന് വിചാരിച്ച് നേതാക്കന്മാരുടെ കാൽ കീഴിൽ തലച്ചോറ് അടിയറ വെക്കുന്നു. അതുകൊണ്ട് തെളിവ് എന്ന് പറയുന്ന സാധനം മുഖ്യമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ തെളിവ് എന്ന് പറയുന്ന സാധനം നബിയുടെ മുടിക്ക് മാത്രം പോരാ. എല്ലാ പ്രവർത്തനങ്ങൾക്കും ദീനാകണമെങ്കിൽ അതിന് തെളിവ് തന്നെ വേണം. അതൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കിയാലാണ് ഓരോ വിശ്വാസികൾക്കും നല്ലത്. അപ്പോൾ ഇനിയെങ്കിലും ഹഖിനെയും ബാത്തിലിനെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അറിവും ചിന്താശേഷിയും പടച്ച റബ്ബ് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.